എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിതിന് മണി കെട്ടും എന്നുള്ളത് അറിയില്ല. ഇത് യാത്രക്കാരനുഭവിക്കുന്ന വലിയ പ്രശ്നം തുടങ്ങിയിട്ട് നാളുകളെ അറിയായി. ഇത് കൗൺസിലിൽ ചർച്ച ചെയ്യുന്നു. ആ ഭാഗത്തുള്ള കൗൺസിലർമാർ ഈ വിഷയം കൗൺസിലിൽ ചർച്ച ചെയ്യുന്നു. ഈ കൗൺസിലർമാർ ചർച്ച ചെയ്യുന്നത് അതിലെന്തെങ്കിലും ഇടപെടൽ നടത്തുമെന്ന് വെച്ചിട്ടാണ്. ആരും ഇടപെടണല്ലേ. ഞാൻ പോലീസിനോട് വളരെ കേണ് പറയാണ്, നിങ്ങൾ ഈ പ്രശ്നത്തിലൊന്ന് ഇടപെടണം. ചാലക്കുടി പോലീസോ DYSP സാറോ ആരെങ്കിലും, അതായത് നമ്മളുടെ സർവീസ് റോഡുകൾ, പ്രത്യേകിച്ച് നമ്മുടെ അടിപ്പാത കഴിഞ്ഞിട്ട് പോട്ടയ്ക്ക് പോകുമ്പോഴുള്ള ഇടതുവശത്തും വലതുവശത്തുമുള്ള സർവീസ് റോഡുകൾ. ഈ വലതുവശത്തുള്ള സർവീസ് റോഡ് സുന്ദരിക്കവലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സർവീസ് റോഡിൽ ഇപ്പോൾ അധികം ഈ വലിയ വാഹനങ്ങളുടെ പാർക്കിംഗ് ഇല്ല. അത് 2 ലൈനായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ ഈ പാർക്കിങ്ങിന് ഇടത്താവളം കണ്ടെത്തിയിട്ടുള്ളത് വലിയ ലോറികൾ, അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ. ഇത് ഒന്നും രണ്ടുമല്ല, നിങ്ങൾ ഈ കാണുന്ന പോലെ നിരത്തി ഇങ്ങനെ ഇട്ടേക്കാണ്. എന്തൊരു ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അറിയോ. ഒരു വണ്ടി വന്ന് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഈ കാണുന്ന സംഭവം തന്നെ, ഒരു വാഹനം വന്ന് നിർത്തിയിട്ട് അപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അത് കയറിപ്പോയതിന് ശേഷം ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അടിയന്തരമായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകുന്ന ആളുകൾ എന്ത് ചെയ്യും? ഇത് അപകടം വിളിച്ചു വരുത്താനായിട്ട് അതിനേക്കാളേറെ സാധ്യതകളുണ്ട്. ഒരു വാഹനം 2 വാഹനം അല്ലെന്ന്, നിരത്തി പിടിച്ച് വാഹനങ്ങളുടെ പാർക്കിംഗ് ആണെന്ന്. ഇതേ സംഭവം പേരാമ്പ്ര സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തുണ്ട്. ഈ സർവീസ് റോഡിൽ നമ്മുടെ അടിപ്പാത കഴിഞ്ഞ് കയറിപ്പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുമാതിരി വാഹനങ്ങളാണെന്നറിയോ. ഈ കണ്ടെയ്നർ വാഹനങ്ങൾ, അതുപോലെ തന്നെ വലിയ ലോറികൾ, ഇതൊക്കെ അടുപ്പിച്ച് പാർക്ക് ചെയ്തേക്കാണ്. ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഈ പ്രശ്നം ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ കൗൺസിലർമാർ, ആ പ്രദേശത്തുള്ള കൗൺസിലർമാർ ഈ വിഷയം ഉയർത്തി കാണിച്ചു. കൗൺസിലിൽ ഈ വിഷയം ഉയർത്തി കാണിക്കുമ്പോൾ നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇടപെടലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണത് ഉന്നയിക്കുന്നത്. ആരും ഈ വിഷയത്തിൽ ഇടപെടാനില്ല. ഒരു 3-4 പ്രാവശ്യം ഇതിന് ഏതെങ്കിലും തരത്തിൽ പിഴ ഈടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി അവസാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയില്ല ഇതിൻ്റെ മറ്റ് നിയമവശങ്ങൾ, ഞാൻ അവിടെ അത് പാർക്ക് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത്. ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇതുപോലെ നീണ്ട വാഹനങ്ങൾ, ഇത് രാത്രിയാണ് ആദ്യം പാർക്ക് ചെയ്യാറുള്ളൂ. ഇപ്പോൾ പകൽ സമയങ്ങളിലും ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തി പിടിച്ച് പാർക്കിങ്ങാണ്. ആരാണ് ഇതിൽ ഇടപെടേണ്ടത്? തീർച്ചയായിട്ടും ഇതിൽ തദ്ദേശഭരണ സംവിധാനങ്ങൾക്ക് ഇതിൽ ഇടപെടാനായിട്ടൊരു ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ പോലീസ് സംവിധാനങ്ങൾക്കും നിങ്ങൾ ഇതിലൊന്ന് ഇടപെടണം. വാഹനങ്ങൾ നിരത്തി നീളൻ തീവണ്ടി പോലെയാണ് ഈ പറയുന്ന സർവീസ് റോഡിൽ അടിപ്പാത കഴിഞ്ഞ് നമ്മുടെ ആശ്രമം സിഗ്നൽ ജംഗ്ഷനിലേക്ക് പോയിട്ട് പോട്ട ഫ്ലൈ ഓവർ വരെയുള്ള സർവീസ് റോഡിൽ കാണിച്ച് ഇട്ടിരിക്കുന്നത്. ആരും ചോദിക്കാനില്ല. ചിലതൊക്കെ അവിടെ കിടന്ന് വലിയ ഗുസ്തിയാണെന്ന്. ഈ ലോറിക്കാരൊക്കെ കിടന്നുറങ്ങായിരിക്കും. അവരോട് വണ്ടി മാറ്റാൻ പറ്റും, അവർക്ക് വണ്ടി മാറ്റാൻ പറ്റുമോ? അത് 1-2 വാഹനങ്ങളല്ല. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. കാരണം ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസുകൾ വരാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കാരണം ഇത് ഇവിടെ നിന്നും ഈ ഒരു വശത്തു നിന്നും പോകുന്ന വാഹനങ്ങൾ അപ്പുറത്തെ വശത്തു നിന്ന് വാഹനങ്ങൾ വരണ്ടെങ്കിൽ അത് കടന്നു പോയതിനു ശേഷം ഈ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഒരെണ്ണമല്ലല്ലോ, ഇത് നിരത്തി കിടക്കണം. ഒരു 10-12 വണ്ടികൾ എവിടെ വെച്ചാണ് വാഹനം തിരിക്കണം? ഇത് ബ്ലോക്കായി കഴിഞ്ഞാലോ അതിനേക്കാളേറെ ദുരിത കാഴ്ചയാണ് ഈ സർവീസ് റോഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്ത് സ്കൂളിൽ പോകുന്ന അധ്യാപകർ ഉൾപ്പെടെ, അതുപോലെ തന്നെ നിരവധിയായിട്ട് ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകളൊക്കെ ബുദ്ധിമുട്ടാണ്. ഇന്ന് 2 ടീച്ചേഴ്സ് എന്നെ വിവരം വിളിച്ചറിയിച്ചു. അതേപോലെ പല ആവശ്യങ്ങൾക്കും പോകുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സംഭവമാണ്. ഇത് ആദ്യ രാത്രി സമയങ്ങളിൽ ഇത് ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ പകൽ സമയങ്ങളിലും ഈ പരിപാടി ആവർത്തിച്ചിരിക്കുകയാണ്. പോലീസ് സംവിധാനങ്ങൾ ദയവ് ചെയ്ത് ഈ വിഷയത്തിലൊന്ന് ഇടപെടണം. നഗരസഭാ അധികൃതരും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.